സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു ചാനൽ സ്പീക്ക് ടി വി. ഇറ്റ്സ് യുവർ ബോയ് സൂര്യൻ ഹിയർ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൺഡേ പാർട്ട് ടൈം ആയിട്ട് സ്വിഗ്ഗി ഓടിക്കഴിഞ്ഞാൽ, അതായത് വൈകുന്നേരം ഒരു 6 മണി തൊട്ട് രാത്രി 12 മണി വരെ സ്വിഗ്ഗി ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സ്വിഗ്ഗി ഓടുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാം. ഇനി ഇങ്ങനത്തെ കണ്ടന്റ്സിനായിട്ട് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടേണ്ട വീഡിയോയിലേക്ക് പോകാം. വെയിറ്റ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, അതായത് സ്വിഗ്ഗിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം. മെയിനായിട്ട് 3 സംഭവങ്ങളാണ് വേണ്ടത്. ഒന്ന് ആധാർ, ലൈസൻസ്, വാലിഡ് ലൈസൻസ്, പിന്നെ നിങ്ങളുടെ പാൻ കാർഡ്. ഇത് 3ആണ് വേണ്ടത്. പിന്നെ വേണ്ട സംഭവം എന്ന് പറയുന്നത് ബൈക്കാണ്. ബൈക്കോ സ്കൂട്ടറോ നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി വേണം. അത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാര്യം റെന്റിനൊക്കെ എടുത്ത് ഓടുന്നവരുണ്ട്, റെന്റിനൊക്കെ എടുക്കുന്ന ഒരു തരത്തിൽ നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ലാഭത്തിൽ ഓടണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വേണം. ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, പിന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ സ്വിഗ്ഗിയുടെ ഡെലിവറി ആപ്പ് ഉണ്ട്. അതായത് സ്വിഗ്ഗി ഡെലിവറി പാർട്ണർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ അതിനകത്തും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ നോർമൽ ആപ്പ് ലോഗിൻ ചെയ്യുന്ന കണക്ക് തന്നെ ലോഗിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, സമയം ഇപ്പോൾ 6:33 ആയിട്ടുണ്ട്. നമ്മൾ 6 മണിക്കത്തെ ഷിഫ്റ്റാണ് ബുക്ക് ചെയ്തത്. 6 മണി തൊട്ട് രാത്രി 12 മണി വരെ, അതായത് 6 മണിക്കൂർ, 6-7 മണിക്കൂർ, ചിലപ്പോൾ 1 മണി വരെയൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ വർക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ പെട്രോൾ അടിക്കുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് 120 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. 5-6 മണിക്കൂറല്ലേ ഓടുന്നുള്ളൂ, അതുകൊണ്ടാണ് 120 രൂപയ്ക്ക് പെട്രോൾ അടിച്ചത്. സോ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഈ സ്ഥലത്തുനിന്ന് പോകാൻ തോന്നുന്നില്ല ഗൈസ്. ഈ സ്ഥലത്തിൻ്റെ വ്യൂ ഒന്ന് നോക്കിയാണ്, അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല. സമാധാനത്തോട് സമാധാനം. ഓക്കെ, ഇവിടെ നിന്ന് പോകാനായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് മെയിൻ റോഡിലോട്ട് ഇറങ്ങാം. മെയിൻ റോഡിലോട്ട് ഇറങ്ങിയാലേ ഓർഡർ അടിക്കുകയെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കണം, എങ്കിലേ ഓർഡർ അടിക്കുകയുള്ളൂ. ഇത് കുറച്ചുള്ളിലോട്ടായതുകൊണ്ട് ഓർഡർ അടിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പിന്നെ സ്വിഗ്ഗിയുടെ യൂണിഫോം മസ്റ്റാണ്. സ്വിഗ്ഗിയുടെ യൂണിഫോം ഇട്ടില്ലെങ്കിൽ ഫൈൻ വരും. 50 രൂപ എന്തോ ആണ് യൂണിഫോം ഇടാത്തതിന് ഫൈന്. പിന്നെ ബാഗ് യൂസ് ചെയ്യുന്ന സ്വിഗ്ഗിയുടെ അല്ല കേട്ടോ, നമ്മൾ ബാഗ് യൂസ് ചെയ്യുന്ന സൊമാറ്റോയുടെ ബാഗാണ്. സോ അതിന് ഫൈൻ എന്തായാലും വരും, നമുക്ക് നോക്കാം. സോ ഇവിടെ ഇരുന്നിരുന്ന് 6:49 ആയപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല കേട്ടോ ക്യാമറയിൽ. അജ്മൽസ് കിച്ചണിൽ നിന്നാണ് ഓർഡർ അടിച്ചത്. 25 രൂപയുടെ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. സോ നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓർഡർ എടുക്കാനായിട്ട് നമ്മൾ അജ്മൽസ് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. റീച്ച്ഡ് ലൊക്കേഷൻ കൊടുക്കണം. ഓക്കെ, സെൽഫി ചോദിക്കുന്നുണ്ട് കേട്ടോ, വെരിഫിക്കേഷനാണേ. അങ്ങനെ അജ്മൽസിൽ നമ്മൾ ഓർഡർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കസ്റ്റമർ ലൊക്കേഷനിൽ കൊണ്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് എൻ്റെ ബാഗ്. സൊമാറ്റോയുടെ ബാഗാണെന്ന് യൂസ് ചെയ്യുന്നത്. സ്വിഗ്ഗിയുടെ ബാഗ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. കാര്യം എനിക്ക് സൊമാറ്റോയുടെ ബാഗ് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഇട്ടിരിക്കുന്നത്. മിക്കവാറും പൈസ കിട്ടും നമുക്ക്. സോ സമയം ഇപ്പം 7 മണി ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഓർഡറിൽ നമുക്ക് 25 രൂപയാണ് കിട്ടിയത്. ഇത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫുഡിൻ്റെ ക്യാഷ് എത്രയാണോ അത് ഡയറക്റ്റ് ഡെലിവറി ബോയ്ക്ക് തരും. ഓക്കെ, അപ്പം 344 രൂപയായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കസ്റ്റമർ എനിക്ക് തന്നത്. സോ ഓർഡർ ഏണിങ്സ് 25 ആണെങ്കിൽ എനിക്ക് സ്റ്റാർട്ടിങ്, അതായത് നമ്മുടെ വർക്ക് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ 344 രൂപ കിട്ടി. സോ ഇറ്റ്സ് ഓക്കെ, തുടക്കം നന്നായിരുന്നു. സോ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഡൗട്ടാണ് ഈ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എന്താ ചെയ്യാന്നുള്ളത്. സോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞുതരാം. സ്വിഗ്ഗിയിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക്, പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും. അതായത് ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമ്മുടെ കൈ കിട്ടുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യും. അതായത് ഫുഡിന്റെ പൈസ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമർ നമ്മുടെ കയ്യിൽ തരും. ക്യാഷ് ആയിട്ട് തരാം, അല്ലെങ്കിൽ GPay ആയിട്ട് തരാം. GPay ആയിട്ടാണ് തരുന്നതെങ്കിൽ ആ ആപ്ലിക്കേഷനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഒരു QR കോഡിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ആ GPay വഴി ഡയറക്റ്റ് ആപ്പിലേക്ക് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ പൈസ നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. അന്നത്തെ ടോട്ടൽ ഓർഡർ ഏണിങ്സിൽ നിന്ന് അവരത് കട്ട് ചെയ്തോളും. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് അവിടെ എത്രയാണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്യുക, കളക്ട് ക്യാഷ് കൊടുക്കുക, ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി, സിമ്പിളാണ്. ഇത് നിങ്ങൾ എത്രയാണോ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വാങ്ങിയത് അന്നത്തെ ടോട്ടൽ ഓർഡർ ഏണിങ്സിൽ നിന്ന് ഇത് കട്ടായി പോകും. അന്നത്തെ ടോട്ടൽ ഏണിങ്സിൽ നിന്ന് കട്ടാക്കാൻ പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസത്തെയോ നിങ്ങൾ ഓടുന്നതിനൊക്കെ കുറേശ്ശെ കട്ടായിക്കൊള്ളും. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. കഴക്കൂട്ട ജംഗ്ഷനിലോട്ട് വന്നപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചായിരുന്നു. 40 രൂപയുടെ ഓർഡറാണ് കിട്ടിയത്. സോ 7 മണിക്ക് ശേഷം സർജ് ഉണ്ട്. ഇന്ന് 15 രൂപയാണ് സർജ്. സൺഡേയ്സിൽ, സാധാരണ ഹോളിഡേയ്സിലൊക്കെ സ്വിഗ്ഗി
സർജ് ഇടാറുണ്ട്. സർജ് മീൻസ് നമ്മുടെ ഓർഡർ ഏണിങ്സിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കുറച്ച് പൈസ കൂടി തരും. അതായത് ഇപ്പം 25 രൂപയാണ് ഓർഡർ ഏണിങ്സ് എങ്കിൽ 15 രൂപ എക്സ്ട്രാ തരും. സോ ഇപ്പം നമുക്ക് കിട്ടിയ 40 രൂപയുടെ ഓർഡറാണ്. നമുക്ക് പോയി പിക്ക് ചെയ്യാൻ ഓർഡർ ഇതുവരെ റെഡി ആയിട്ടില്ല. സോ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. സ്വിഗ്ഗിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടികളിലൊന്നാണിത്. നമ്മൾ ബാഗും ടീഷർട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള സംഭവമാണ് ഇത്. നമ്മളിങ്ങനെ സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എത്ര ചെയ്താലും പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഇത് പ്രോപ്പർ അല്ലെങ്കിൽ 50 രൂപ ഫൈൻ ഇല്ല. അങ്ങനെ രണ്ടാമത്തെ ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കസ്റ്റമറുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഓർഡർ നമുക്ക് ബിരിയാണി ഹബ്ബിൽ നിന്നാണ് കിട്ടിയത്. ഇതും 40 രൂപയുടെ ഓർഡറാണ്. ഓക്കെ, നമുക്കപ്പോൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇസ്താർ എന്നൊരു ഓർഡർ അടിച്ചായിരുന്നു. പറവറ ഓർഡറാണ്, എല്ലാം 40 രൂപയുടെ ഓർഡറാണ്. സോ ഇത് നമുക്ക് കൊടുക്കാം, കൊണ്ടുപോയി. സമയം ഇപ്പം 8 മണിയായിട്ടുണ്ട്. ആദ്യത്തെ 5 ഓർഡർ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ശരവണ ഭവനിൽ നിന്ന് അടുത്ത ഓർഡർ കിട്ടി. ഇന്ന് കൊള്ളാം കേട്ടാ, സംഭവം നല്ല ഓർഡർ ഉണ്ട്. സോ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ആ ഓർഡർ എടുക്കാനായിട്ട് ശരവണ ഭവനിൽ എത്തിയിട്ടുണ്ട്. ഓർഡർ കളക്ട് ചെയ്തു. ഇനി നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് പോയി കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ 5 ഓർഡർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് 7 ഓർഡർ ആവും. 8 ഓർഡർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ആയിട്ടുള്ള 80 രൂപ നമുക്ക് കിട്ടും. 8 ഓർഡറിന് 80 രൂപയാണ് ഇന്നത്തെ ഇൻസെൻറ്റീവ്. സോ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ട് ഫുഡ് കളക്ട് ചെയ്യാം. ഞാനിപ്പോൾ ആ ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് സംസമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് 2 ഓർഡറാണ് കിട്ടിയത്, മൾട്ടി ഓർഡർ. അതായത് ഒരിടത്ത് നിന്ന് 2 ഓർഡർ നമുക്ക് കിട്ടും. ആദ്യത്തെ ഓർഡർ ഞാൻ കളക്ട് ചെയ്തു, രണ്ടാമത്തെ ഓർഡർ റെഡി ആയിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. സോ സംസമിലെ ഫസ്റ്റ് ഓർഡർ നമ്മൾ ഡെലിവർ ചെയ്തത്. ഇനി രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ്. കൊടുത്തിട്ട് വരാം. അപ്പം ആ ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി തിരിച്ചു പോകണം. സോ ഗൈസ്, സംസമിലെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ സമയം ഇപ്പോൾ 9:09. ഓക്കെ, നമ്മൾ 7 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി ഒരു ഓർഡർ കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 80 രൂപ ഇൻസെൻറ്റീവ് കിട്ടും നമുക്ക്. ഓക്കെ, നമുക്ക് ആ ഓർഡർ കിട്ടുമെന്ന് നോക്കാം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 48 രൂപയുടെ ഓർഡറാണ് കിട്ടിയത് കേട്ടോ. അക്സെപ്റ്റ് ചെയ്യാം. ആർക്കെ പഹാടി കിച്ചൺ. എനിക്കാണെങ്കിൽ 8ാമത്തെ ഓർഡർ അടിച്ചായിരുന്നു. സോ ഞാൻ 8ാമത്തെ ഓർഡർ പിക്ക് ചെയ്യാനായിട്ട് വന്ന സമയത്ത് ഓർഡർ റെഡി ആയില്ല. ഒരു വീടിൻ്റെ ഭാഗത്താണ് ലൊക്കേഷൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഈയിടെയായിട്ട് സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലൊക്കെ കുറേ വീടുകളിൽ ഓർഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഹോം മെയ്ഡ് ഫുഡ് എന്നുള്ള രീതിയിൽ റെസ്റ്റോറൻറ്റിൽ നടത്തുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ കരുതി ഇനി വീട്ടിലായിരിക്കും റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 15 മിനിറ്റോളം വെയിറ്റ് ആയി. അപ്പോൾ ഞാൻ കരുതി ഓക്കെ 15 മിനിറ്റ് ആയില്ലേ, വെയിറ്റിംഗ് ടൈമും ഒക്കെ അത്യാവശ്യം കുറച്ച് പൈസ കിട്ടും. 1 മിനിറ്റിന് 1 രൂപ വെച്ചാണ് വെയിറ്റിംഗ് ടൈം. അപ്പോൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ 15 രൂപ വെയിറ്റിംഗ് ടൈം കിട്ടും. അങ്ങനെ ഒരു 15-16 മിനിറ്റ് ആയപ്പോൾ വേറൊരു സ്വിഗ്ഗി ബ്രോ കൂടി വന്നു. പുള്ളിക്കാരനോട് ചോദിച്ചു, ബ്രോ ഈ ലൊക്കേഷൻ എവിടെയാണ്? ആർക്കെ പഹാടി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. സോ ഞാൻ പറഞ്ഞു, ബ്രോ ഇപ്പോൾ ഈ വീടായിരിക്കും, ഈ വീട്ടിലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഒരു 20 മിനിറ്റായി, 30 മിനിറ്റായി, ഓർഡർ റെഡിയായി. അങ്ങനെ നമ്മൾ ഓർഡർ റെഡിയായി പിക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോൾ ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ വീട്ടിൽ ആരുമില്ല. അപ്പോൾ മനസ്സിലായി സംഭവം ഇവിടെ അല്ല, വേറെ എവിടെയോ ആണ്. അങ്ങനെ നമ്മൾ അവരെ വിളിച്ചു, റെസ്റ്റോറൻറ്റിൽ വിളിച്ചാണ്. ഒരു വിധത്തിൽ റെസ്റ്റോറൻറ്റ് അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ സ്വിഗ്ഗിയെ വിളിച്ചപ്പോഴാണ് സ്വിഗ്ഗിക്കാർ പറഞ്ഞത്, ബ്രോ ഇങ്ങനെയാണ് കാര്യം, ലൊക്കേഷൻ തെറ്റിപ്പോയതാണ്, വേറൊരിടത്താണ് ലൊക്കേഷൻ. അങ്ങനെ ഓർഡർ കിട്ടി. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു മെയിൻ ഇഷ്യൂ. നിങ്ങൾ ഭൂരിഭാഗം പേര് ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓർഡർ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൊടുക്കാനുള്ളത് SFS സൈബർ പാം ആക്കുളത്താണ്. അപ്പോൾ നമുക്കിത് പോയി കൊടുക്കാം. എനിക്കിത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, എനിക്ക് മിക്ക ദിവസങ്ങളിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ പഠിക്കൂല. നമ്മളെ ഏറ്റവും കൂടുതൽ ചതിക്കുന്ന സംഭവം ഗൂഗിൾ മാപ്പാണ് കേട്ടോ. അപ്പോൾ നെവർ ട്രസ്റ്റ്, ഗൂഗിൾ മാപ്പിനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്. ഇപ്പം നമ്മുടെ തൊട്ട് അപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും ഓർഡർ കൊടുക്കേണ്ടത്. പക്ഷേ ഈ മാപ്പ് കാണിക്കുന്നത് 2 കിലോമീറ്റർ അല്ല 1 കിലോമീറ്റർ ചുറ്റിയൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഒരു വളഞ്ഞ് മൂക്കി പിടിക്കുന്ന പരിപാടിയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഓക്കെ, സോ ഗൂഗിൾ മാപ്പിനെ ഒരിക്കലും വിശ്വസിക്കരുത്. സമയം 10 മണി. 8ാമത്തെ ഓർഡർ കൊടുക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ കൊടുത്തിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ 8ാമത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ 80 രൂപ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. ഇൻസെൻറ്റീവ് കിട്ടി. സോ 8 ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ നമുക്ക് 65 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർജ് പോയി 29 രൂപയുടെ ഓർഡർ അടിച്ച്. സോ 7 to 10 മണി വരെ സർജ് ഉള്ളൂ. ഇനി സർജ് വരണമെങ്കിൽ 11 മണി കഴിയണം. 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് സർജ് ഉണ്ട്. ഒരു ഓർഡറിന് 20 രൂപ അഡീഷണൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഓർഡർ പോയി പിക്ക് ചെയ്യാം. അവിടെ തന്നെ വീണ്ടും അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മൾട്ടി ഓർഡറാണ്, അതായത് 2 ഓർഡർ ഒരുമിച്ചടിക്കും. ഓക്കെ, സംസമ്മിൽ നിന്ന് ഇതിപ്പം 2ാമത്തെ മൾട്ടിയാണ് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം, നിങ്ങൾ വെള്ളം കൊണ്ടുവരണം കേട്ടോ മാക്സിമം. മീൻസ് ഒരു ദിവസം 7-8 അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുമ്പം നമ്മൾ വെള്ളം കുടിക്കുന്നതിനെ പറ്റി ആലോചിക്കാറില്ല. നമ്മൾ നിറയെ വെള്ളം കുടിക്കണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരിക്കലും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം കൊണ്ടുവരിക. അങ്ങനെ ഞാൻ വീണ്ടും ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് സംസമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ മൾട്ടിയാണ് ഇവിടെ അടിക്കുന്നത്. ആദ്യത്തെ ഫുഡ് നമ്മൾ കളക്ട് ചെയ്തു, 2ാമത്തതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ 10ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ഒരു ഫ്ലാറ്റിൽ ലിഫ്റ്റ് കയറിയിരിക്കുകയാണ്. കൊടുത്തിട്ട് വരാം. ഇനി 2 ഓർഡർ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 150 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. ഓക്കെ, അപ്പം 2 ഓർഡർ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ അവസാനം ഓർഡർ കൊണ്ട് കൊടുത്തെടുത്ത് അതിൻ്റെ പരിസരത്തൊന്നും റെസ്റ്റോറൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് മെയിൻ റോഡിലോട്ട് പോകാം, അതായത് കഴക്കൂട്ടം ജംഗ്ഷനിലോട്ട് പോകാൻ വിചാരിച്ചു. അവിടെ ആകുമ്പോൾ അത്യാവശ്യം റെസ്റ്റോറൻ്റ് ഉണ്ട്, അടുത്ത ഓർഡർ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഞാനൊരു 3-4 കിലോമീറ്റർ കഴിഞ്ഞ് ഏകദേശം ജംഗ്ഷൻ എത്താറായപ്പം ഞാൻ നേരത്തെ ഓർഡർ കൊടുത്ത ആ സ്ഥലത്ത്, അതായത് ഞാൻ നേരത്തെ ഓർഡർ കൊണ്ട് കൊടുത്ത ആ സ്ഥലത്ത്, അതായത് ഞാൻ റെസ്റ്റോറൻറ്റ് അടുത്തില്ല എന്നും പറഞ്ഞ് മാറി നിന്ന ആ സ്ഥലത്ത് അവിടെ എവിടെ നിന്നോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് ഓർഡർ അടിച്ചേക്കുന്നു. അപ്പോൾ ഇനി ഞാൻ 3-4 കിലോമീറ്റർ തിരിച്ച് പോയി ആ ഓർഡർ പിക്ക് ചെയ്യണം. ഇതാണ് സ്വിഗ്ഗിയുടെ ഒരു അവസ്ഥ. അങ്ങനെ ആ ഓർഡർ കൊടുത്തപ്പോൾ നമുക്ക് 25 രൂപ കിട്ടി. ഓക്കെ, അപ്പോൾ ഗൈസ് 11 മണിയായിട്ടുണ്ട്, 11:05 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് ലേറ്റ് നൈറ്റ് സർജ് ഇപ്പോൾ ഓണാവും. അപ്പോൾ ഒരു ഓർഡറിന് 20 രൂപ അഡീഷണൽ കിട്ടും. സോ നമുക്കിനി 12 മണി വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് ബാലൻസ് ഉണ്ട്. സോ നമ്മൾ ഇതുവരെ 11 ഓർഡർ കംപ്ലീറ്റ് ആക്കി. 11 മണി കഴിഞ്ഞ് 60 രൂപയുടെ ഓർഡർ അടിച്ചു കേട്ടോ. അപ്പോൾ ഇത് അടിച്ചേക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഓർഡർ എടുത്ത റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഓക്കെ, മൈ ഹോംലി കേക്ക്സ്. അപ്പോൾ അവിടെ പോയി നമുക്ക് ഓർഡർ എടുക്കാം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഓർഡർ പിക്ക് ചെയ്യേണ്ടത്. ഗൈസ്, ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 60 രൂപയെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സോൺ ആയിരിക്കും. അതായത് നമുക്കൊരു സ്വിഗ്ഗി സോൺ ഉണ്ട്, ആ സോണിന് പുറത്താണ് ഓർഡർ കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ തരും. യെസ് ഗൈസ്, ഇത് ഔട്ട് ഓഫ് സോണാണ്, മീൻസ് കുറച്ച് ദൂരെയാണ്. വട്ടപ്പാറയാണ് കേട്ടോ കൊടുക്കാനുള്ളത്, മനസ്സിലായോ? അതായത് ഇപ്പം നമ്മുടെ കൊടുക്കേണ്ട സ്ഥലം നമ്മുടെ സ്വിഗ്ഗി സോണിന് പുറത്തായതുകൊണ്ട്, അതായത് ഞാൻ കഴക്കൂട്ട സോണാണ്, കഴക്കൂട്ട സോണിനൊരു പരിധിയുണ്ട്, ആ പരിധിക്ക് പുറത്താണ് ഓർഡർ കൊടുക്കേണ്ടതെങ്കിൽ, കസ്റ്റമർ ലൊക്കേഷൻ ഈ പരിധിക്ക് പുറത്താണെങ്കിൽ നമുക്ക് റിട്ടേൺ ഏണിങ്സ് കിട്ടും. അതായത് അവിടെ കൊണ്ട് ഓർഡർ കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ ഓർഡർ കിട്ടണമെങ്കിൽ നമ്മളെ സോണിനകത്ത് തിരിച്ച് വരണ്ടേ, വരുന്നത് വരെയുള്ള ഏണിങ്സാണ് റിട്ടേൺ ഏണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐറ്റം നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം കേക്കാണ് കേട്ടോ, സേഫായിട്ട് കൊണ്ടുപോകേണ്ട സാധനമാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ സംഭവം ഫുള്ള് ഇല്ലാണ്ടാവും. എനിക്ക് ഈ ബാഗിനകത്ത് സ്പേസ് ഓൾറെഡി കുറവാണ്. അകത്ത് ടീഷർട്ടും നമ്മുടെ എക്സ്ട്രാ ഒരു ടീഷർട്ടും പിന്നെ റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിത് അടയ്ക്കുന്നില്ല, പകുതി ഒന്ന് വെച്ചിട്ട് മാക്സിമം വണ്ടി കുലുങ്ങാത്ത രീതിയിൽ കൊണ്ടുപോകാനാണ് പ്ലാൻ. സോ ഇതും ക്യാഷ് ഓൺ ഡെലിവറിയാണ് കേട്ടോ അടിച്ചിട്ടുള്ള. അങ്ങനെ കേക്ക് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ 499 രൂപ നമ്മൾ ഓർഡർ ഏണിങ്സ് എടുത്തിട്ടുണ്ട്. അതായത് 500 രൂപ നമ്മൾ ഓടി എടുത്തിട്ടുണ്ട്, 150 രൂപ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 12:12 നമ്മളിപ്പം ഔട്ട് ഓഫ് സോണാണ്, നമ്മുടെ സോണിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. സോ നമ്മുടെ ഡ്യൂട്ടി നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു കേട്ടോ, 12:30 ആയേ. ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ സോണിൽ നിന്ന് കഴക്കൂട്ട സോണിൽ നിന്ന് ഏകദേശം ഇപ്പോൾ
16 കിലോമീറ്റർ ദൂരെയാണ്. 16 കിലോമീറ്റർ. ഇവിടെ നിന്ന് എൻ്റെ വീട് വരെ 11 കിലോമീറ്ററേ ഉള്ളൂ. സോ ഞാൻ കരുതി ഇനി എന്തായാലും വീട്ടിൽ പോകാം. കാര്യം നമ്മളിനി ഇത്രയും ദൂരം, അതായത് 16-17 കിലോമീറ്റർ കഴിഞ്ഞ് ഇനി സോണിൽ പോയി അടുത്ത ഓർഡറിന് വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നിർത്തിയിട്ട് വീട്ടിൽ പോകുന്നതാണ് നല്ലത്. സോ ഇന്ന് ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 500 രൂപ പ്ലസ് 150 രൂപ ഇൻസെൻറ്റീവാണ്. നമ്മൾ പെട്രോൾ 120 രൂപയ്ക്കാണ് അടിച്ചത്. ബിക്കോസ് ഞാൻ രാവിലെ ഒരിടത്ത് പോകാൻ വേണ്ടി കുറച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ 500 രൂപ ഏൺ ചെയ്തു. സോ നമുക്കിനി വീട്ടിലേക്ക് തന്നെ പോവാം. ഇന്നത്തെ പരിപാടി സ്റ്റോപ്പായി. പിന്നെ ചെറുതായിട്ട് മഴയും ഉണ്ട്, മഴ പെയ്യുന്ന കോളുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. സ്വിഗ്ഗിയുടെ റെയിൻകോട്ടാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റെയിൻകോട്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11-12 മണിക്ക് ശേഷം, അതായത് അർദ്ധരാത്രി മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുക. ഇവിടെ റോഡ് മുഴുവൻ തെരുവ് നായ്ക്കളാണ്. അപകടങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. സോ മാക്സിമം ഈ സമയത്തൊന്നും വർക്ക് ചെയ്യാതിരിക്കുക. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നിർത്തി പോവുക. 12 മണിക്ക് ശേഷം നല്ല റിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സോ ഗുഡ് ബൈ.